ഇതെല്ലാം എന്താന്ന് പറഞ്ഞാൽ പരസ്യമായി ഇന്ന് ആർക്കെതിരോട് പറയണമെന്ന് പറയും. ഇത് കേരളത്തിലെ മുഖ്യമന്ത്രിയോട് പറയണത്, കേരള മുഖ്യമന്ത്രിയോട് പറയണം. അറിയാം കമ്മ്യൂണിസ്റ്റ് ചോദിക്കണമയാൾ, നിങ്ങൾ കമ്മ്യൂണിസ്റ്റ് ആണോ ചോദിക്കണമയാൾ. അത് നാട്ടുകാരോട് ചോദിക്കേണ്ട ചോദ്യമല്ല. നിങ്ങൾ എവിടെയാണ് നിങ്ങൾ കമ്മ്യൂണിസ്റ്റ് ആവുന്നത്? ആഡംബരത്തിലാണോ കമ്മ്യൂണിസ്റ്റ് ആവുന്നത്? അധികാരത്തിലാണോ കമ്മ്യൂണിസ്റ്റ് ആവുന്നത്? ഈ യാത്രയുടെ സുരക്ഷയുടെ പേരിൽ 500-600 പോലീസുകാരെയും ആംബുലൻസും പിന്നെ ഫയർഫോഴ്സും മറ്റും ഉളുപ്പില്ലാതെ നടത്തുന്ന യാത്രയിലാണോ കമ്മ്യൂണിസ്റ്റ് എന്ന് പറയുന്നത്? നാണമില്ലാതെ പോകുന്നത്. ഇതിനു വേണ്ടി മാത്രമായി ചെലവഴിച്ചിരിക്കുന്ന കോടികൾ എത്രയാണ് കേരളത്തിനകത്ത്? ഈ കഴിഞ്ഞ 10 വർഷക്കാലമാകുമ്പോൾ ഇയാളുടെ യാത്രക്ക് അകമ്പടിക്ക് മാത്രമായി പോലീസുകാരെ കൊടുത്തിരിക്കുന്ന ടിഎയും ഡിഎയും എത്രയാണ്? ശമ്പളം എടുക്കട്ടെ, ടിഎയും ഡിഎയും എത്രയാണ്? ആരെങ്കിലും ഒരാൾ വിവരാവകാശ കണക്കെടുത്ത് നോക്കിയാൽ മനസ്സിലാവും എത്ര കോടിയാണ് ഇവർ ഇടിച്ചു തല്ലിയതെന്ന്. എന്താവശ്യത്തിനാണ്? അവിടെ കമ്മ്യൂണിസ്റ്റ് ആണ് എന്ന് പിന്നെ വിരോധിച്ചതാണെന്ന് അയാൾ പറഞ്ഞോട്ടെ. അയാൾക്ക് വേറെ വഴിയില്ലാത്തതുകൊണ്ട് അയാൾ പറയുന്നത് മാത്രമേ ഉള്ളൂ. ഒരു വഴിയില്ല. പബ്ലിക്കിന്റെ മുമ്പിൽ പിന്നെ ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോട് മാത്രമായ പാരമ്പര്യമുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇങ്ങനെ ഇതുപോലത്തെ കീടങ്ങളുടെ മുമ്പിൽ പഞ്ചമുച്ചമടക്കി ഓച്ചാനി തീർക്കെടുന്ന നിസ്സഹായ അവസ്ഥയുണ്ടാകുമ്പോൾ ഇടക്കൊന്ന് മോങ്ങുന്നതൊക്കെ നല്ലല്ലേ? ആ ഒരു മോങ്ങൽ മാത്രമേ അതിനകത്ത് കാണുള്ളൂ എന്നാണ് എന്റെ വ്യക്തിപരമായിരിക്കുന്ന അഭിപ്രായം. അതിനകത്ത് ഒരുപടി പിന്നെ ഗംഭീരന്മാരായ ആളുകളെ കേരളത്തിലും ഇന്ത്യക്കും സംഭാവന ചെയ്യുന്ന പാർട്ടിയാണത്. ആ പാർട്ടിയുടെ നിസ്സഹായ അവസ്ഥയാണ്. നിസ്സഹായ അവസ്ഥയാണ്. ഇതിനകത്ത് ഒരക്ഷരം പോലും ഉരിയാടാൻ കഴിയാതെ ഇപ്പൊ ലാസ്റ്റ് വന്നില്ലേ നമ്മുടെ ഈ ഇതില്ലേ പിന്നെ സ്വകാര്യ സർവകലാശാല. ആ സ്വകാര്യ സംബന്ധിച്ച് പറഞ്ഞപ്പോൾ CBI ഇവര് പറഞ്ഞിരിക്കുന്ന പിന്നെ മറുപടി എന്താ? ഞങ്ങൾ അതിനകത്ത് വിസിറ്റർ എന്ന് പറയുന്ന ഒരു തസ്തികയാണ്, അത് ഞങ്ങൾ പിന്നെ പറഞ്ഞുകൊണ്ട് മാറ്റിയിരിക്കുന്നു. മഹത്തായ കണ്ടുപിടുത്തല്ലേ? അത് ഞങ്ങൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. എന്ത് പ്രസിദ്ധീകരിച്ചതിന്റെ കൊണ്ട് ഈ പറയുന്ന അതാണ് ഞാൻ പറഞ്ഞത്. ഒരു യൂണിവേഴ്സിറ്റികൾ പുറത്തുനിന്ന് എഡ്യൂക്കേഷൻ വരുന്നത് പറയുമ്പോൾ അതിൽക്കുന്നത് ഗംഭീരമായിരിക്കുന്ന എഡ്യൂക്കേഷൻ സിസ്റ്റം ഉണ്ടാവുക ഇല്ല ഞാൻ പറയുന്നൊന്നുമില്ല. പക്ഷെ നിങ്ങൾ ഇവിടുത്തെ ഒരു അവസ്ഥയിൽ നിന്നുകൊണ്ട് നിങ്ങൾ എന്തായിരിക്കണം? പുതിയൊരു കാലത്ത് അഡ്രസ് ചെയ്യാൻ മാത്രമുള്ള ഒരു വിദ്യാഭ്യാസ രീതി, ഒരു വിദ്യാഭ്യാസ സിലബസ് അത് ഉണ്ടാക്കാൻ എന്ത് ഗവേഷണമാണ് നിങ്ങൾ നടത്തുന്നത്? നിങ്ങൾ ഈ ആളുകളെ മുഴുവൻ തന്നെ പറ്റിക്കാനും പിന്നെ ഓന്റെ വീക്ക്നെസ് എന്താണെന്ന് മനസ്സിലാക്കി ഒരു പെടുന്ന ഫീഡ് ചെയ്ത് കൊടുക്കാനുമുള്ള ഈ പറഞ്ഞ ചുടിക്കുറ്റം പിടിച്ച ബുദ്ധിയിൽ ആളുകളെ കീഴ്പ്പെടുത്താൻ ശ്രമിക്കുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് വരും തലമുറയെ പഠിപ്പിക്കാനാണ് നിങ്ങൾക്ക് ശ്രമമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ കൂടുതൽ കാര്യങ്ങൾ ചെയ്യണം. അവിടെ ചൈനീസിന്റെ ഒരു ഗംഭീരമായിരിക്കുന്ന ഒരു പഴഞ്ചൊല്ലുണ്ട്. ആ പഴഞ്ചൊല്ല് എന്താ പറയുക? നിങ്ങൾ 1 വർഷത്തേക്കാണ് നടത്തുന്നതെങ്കിൽ ഒരു പുല്ല് നടുക. 1 വർഷത്തേക്കാണ് നിങ്ങൾ പിന്നെ പ്ലാൻ ചെയ്യുന്നതെങ്കിൽ നിങ്ങളുടെ പുല്ല് നടുക. 5 വർഷത്തേക്കാണ് പിന്നെ നിങ്ങൾ പ്ലാൻ ചെയ്യുന്നത് എങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? പിന്നെ കുറച്ചുകൂടി പിന്നെ ഒന്ന് ഉഷാറായി പിന്നെയും നടക്കുക. നിങ്ങളൊരു 10 വർഷത്തിനും അതിനുപരിയായിട്ട് അല്ലെങ്കിൽ 100 വർഷത്തേക്കാണോ നിങ്ങൾ പ്ലാൻ ചെയ്യുന്നത് എങ്കിൽ നിങ്ങളൊരു തലമുറയെ കൊണ്ട് നല്ല വിദ്യാഭ്യാസം ചെയ്യിപ്പിക്കണമെന്നാണ്. ഇതാണ് ചൈനയുടെ ഒരു പഴഞ്ചൊല്ലാണ് ഈ സാധനം. ഈ സംഭവത്തിൽ ഈ ഒരു ദൂരക്കാഴ്ചക്ക് പകരം നമ്മളിവിടെ ചെയ്യുന്നത് എന്താണ്? ഇവിടുന്ന് ഓരോ ആളെയും ഇത് ഹബ്ബാണെന്ന് പറയാം, ഇതിക്കര ഹബ്ബാണെന്ന് പറയാം. ഇവിടുന്ന് പുറത്തേക്ക് ആളുകളെ പറഞ്ഞേക്കാനുള്ള ഏജൻസി പണിയാണ് വാസ്തവത്തിൽ കേരളത്തിൽ എടുത്തുകൊണ്ടിരുന്നത്. ഇപ്പൊ ഈ സംഭവം എടുക്കുന്നതിന്റെ ഫലം, ഇപ്പൊ ഈ സർവകലാശാലകൾ കൊണ്ടുവരുന്നതിന്റെ ഫലം എന്തായിരിക്കുന്ന ധാരണ? ഈ കേരളത്തിൽ ഉണ്ടാക്കുന്ന മുഴുവൻ യൂണിവേഴ്സിറ്റികളിലെയും കോളേജുകളിലെയും കുട്ടികൾ എന്തായി തീരുന്നത്? അത് മുഴുവൻ തന്നെ ഒന്നിനും കൊള്ളാത്ത കുട്ടികളായിട്ട് മാറാൻ പോകുന്ന ഒരു സാമൂഹ്യ രാഷ്ട്രീയ ചുറ്റുപാടുണ്ടാവുകയും മറ്റ് യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുന്ന കുട്ടികൾ എന്താകുക? ഈ പുറത്തുനിന്ന് വരുന്നത് ആ കുട്ടികൾ വളരെ കോമ്പറ്റീറ്റീവ് ആയിരിക്കുന്ന കുട്ടികളായിട്ട് മാറുകയും ചെയ്ത ഒരു ദുരന്തപൂർണ്ണമായ ചിത്രവും കൂടി ഈ കേരളത്തിനകത്തേക്ക് പിന്നെ വരാൻ സാധ്യതയിരിക്കുകയാണ്. ഇനി പിന്നീട് പറഞ്ഞിരിക്കുന്ന വളരെ ഗൗരവകരമായിരിക്കുന്ന വിഷയമാണ് ഈ DYFI SFI എന്ന് പറയും പിന്നെ CIT സമരം. ഈ സമരം എന്ന വാക്ക് ഈ കേരളത്തിൽ അന്യം നിർത്തിയത് ആരാണ് അന്യം നിർത്തിയത്? അത് ഒറ്റ ഉത്തരവാദി ഇയാൾ മാത്രമാണ്. ഈ കേരളം കണ്ടിരിക്കുന്ന ഏറ്റവും സാമൂഹ്യ വിരുദ്ധനായിരിക്കുന്ന മുഖ്യമന്ത്രി എന്ന് പറയുന്ന ആളുടെ രാഷ്ട്രീയ നിലപാടിന്റെയും വിടപെടുകയുടെയും ഭാഗമായാണ് DYFI എന്ന് പറഞ്ഞ സാധനം മരിച്ച സംഘടനയല്ലേ? ഇപ്പൊ മരിച്ച സംഘടനയല്ലേ? അത് CIT എടുത്ത് സംസാരിക്കേണ്ടത് അവർക്ക് നിൽക്കാൻ കഴിയില്ലെന്നേ. സംഘടന എന്നുള്ള നിലക്ക് അവർക്ക് നിൽക്കാൻ കഴിയാത്ത അവസ്ഥ വരില്ലേ? കാരണം സംഘടനയുടെ അതായത് ട്രേഡ് യൂണിയൻ പ്രസ്ഥാനങ്ങളെ മുഴുവൻ തന്നെ നിർവീര്യമാക്കുക എന്നത് ഒരു ലിബറലൈസേഷന്റെയും ഗ്ലോബലൈസേഷന്റെയും കാലഘട്ടത്തിൽ വരുന്ന വളരെ ഗൗരവതരമായിരിക്കുന്ന ഒരു രാഷ്ട്രീയ ഇടപെടലാണ്, ഐഡിയോളജിക്കലായിട്ട് അവരുടെ ഇടപെടലാണ്. ആ ഇടപെടലിനകത്ത് തൊഴിലാളി വർഗം എങ്ങനെ സമരം നടത്തേണ്ടതെന്നുള്ള ഒരു പുതിയ പാഠമാണ്. ആ പാഠത്തിനകത്താണ് എന്ത് ചെയ്യുന്നത് പറഞ്ഞാൽ സമരം നടത്താൻ യാതൊരു ആവശ്യമില്ലാത്ത അവസ്ഥയിലേക്ക് അവർ മാറ്റുന്നു. ആ മാറ്റപ്പെടേണ്ടി വന്നു. അതിനെതിരെ അവർ ചെറുത്ത് നിൽക്കാൻ നിർബന്ധിക്കപ്പെടുന്നത് എവിടെയാണ്? അവർക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന അവകാശങ്ങൾ പോലെ അവർ ശ്രദ്ധീയപ്പെടുത്തുന്നതാണ്. ഇപ്പൊ ഇതായി കഴിഞ്ഞ ദിവസം ഈ പറയുന്ന പിണറായി നടന്നിരിക്കുന്ന വലിയ വിചിത്രമായ സംഭവമുണ്ട്. ചെത്തുതൊഴിലാളികളുടെ കല്ലെടുക്കണ്ടെന്ന് പറഞ്ഞ് വന്നിരിക്കുന്ന ഒരു വിഷയമുണ്ട് ഇതിനകത്ത്. സമരത്തിന് പങ്കാളിയാവുന്നില്ല എന്ന ഒറ്റ കാരണത്താൽ പങ്കെടുക്കാത്തവരുടെ കല്ലെടുക്കേണ്ടതില്ല എന്ന് CITയുടെ ചെത്തുതൊഴിലാളി യൂണിയന്റെ സെക്രട്ടറി ഉത്തരവിട്ടിരിക്കുന്നു. അതിന്റെ ഇന്നത്തെ മലയാള പത്രത്തിനകത്ത് വന്നിരിക്കുന്ന വാർത്തയാണത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. അപ്പൊ ഈ രീതിയിൽ ഇങ്ങനത്തെ ചെയ്യാതെ സമരം ആവശ്യമില്ല. കാരണം ഇയാൾ പറയുന്നത് മാത്രമാണ്. കാരണം ഉറുപ്പിയുടെ വിവരം രാഷ്ട്രീയമായിട്ടുള്ള ഒരാളാണ് ഇയാളെന്ന് പറയുന്നത്. അങ്ങനെ ആരും പറഞ്ഞാൽ ഞാൻ വിശ്വസിക്കില്ല. കുബുദ്ധിയല്ലാതെ വേറൊരു സംഭവം അയാൾക്കില്ല എന്നുള്ളതാണ്.
അവിടെ ഞാൻ പറയുന്ന വിഷയം എന്താണെന്ന് പറഞ്ഞാൽ ഈ പാർട്ടിക്കകത്ത് മരിച്ചു പോവാത്ത മനുഷ്യന്മാരും മരിച്ചു പോവാതെ ഈ പാർട്ടി രക്ഷപ്പെടണമെന്ന് ആഗ്രഹിക്കുന്ന പാർട്ടി പ്രവർത്തകന്മാരും നേതാക്കന്മാരും ഉണ്ടെങ്കിൽ അവരാദ്യം വെക്കേണ്ടുന്ന ഒന്നാമത്തെ സ്ലോഗൻ എന്താണെന്ന് പറഞ്ഞാൽ ക്വിറ്റ് മിസ്റ്റർ വിജയൻ എന്നാണ് ഒന്നാമത്തെ മുദ്രാവാക്യം. രണ്ടാമത്തെ മുദ്രാവാക്യം എന്താ? എന്നിട്ട് വിളിക്കണം സേവ് കേരള, കേരളത്തെ രക്ഷിക്കുക. എന്നിട്ട് വേണം സേവ് ദ പാർട്ടി, സേവ് അവർ പാർട്ടി, ഈ പാർട്ടിയെയും സംരക്ഷിക്കണം. ഈ മൂന്ന് മുദ്രാവാക്യങ്ങൾ ഈ പാർട്ടിക്കകത്ത് വിളിക്കുന്നുണ്ടെങ്കിൽ മാത്രമാണ് ഇനി ഈ പാർട്ടിക്ക് ഒരു എന്താ പറയാ ഒരു ഭാവി കാലത്തിന്റെ സാധ്യത ഉണ്ട് എന്ന് പറയാൻ കഴിയുക മിസ്റ്റർ അയ്യപ്പദാസ്. അല്ലാതെ വരികയാണ് എങ്കിൽ അതെന്താവുന്നറിയോ? ഈ പാർട്ടിയെ സമ്പൂർണമായി ബിജെപിയുടെ കയ്യിലേക്ക് കൊടുക്കുന്ന ഒരു വലിയ പ്രക്രിയക്ക്, ബിജെപിയുടെ കയ്യിലേൽപ്പിച്ചു കൊടുക്കുന്ന വലിയ പ്രക്രിയക്ക് വർഷങ്ങളായി ഇയാൾ നടത്തിക്കൊണ്ടിരിക്കുന്ന അഴിമതിയുടെയും കൂട്ടിക്കൊടുപ്പുകളുടെയും ഭാഗമായി ഇയാൾ ആർജിച്ചിരിക്കുന്ന ധനവും ഇയാളുടെ കുടുംബത്തെയും ഇയാളുടെ കിങ്കരന്മാരെയും രക്ഷിക്കാൻ ഈ പണിയാണ് വാസ്തവത്തിൽ ഇയാൾ ഇവിടെ എടുത്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് കേരളത്തിനകത്ത് വാസ്തവത്തിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ മരിച്ചു പോവാത്ത മനുഷ്യന്മാരായി പാർട്ടിക്കാർ ഇപ്പോൾ ബാക്കിയുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർ ഈ മുദ്രാവാക്യം വിളിക്കുകയും അത് വെറുതെ വിളിക്കുന്ന മുദ്രാവാക്യവുമല്ല. കേരളത്തിനകത്ത് ദേശീയ രാഷ്ട്രീയത്തിനകത്തേക്ക് വരാനിരിക്കുന്ന വലിയൊരു മുന്നണി സംവിധാനത്തിന്റെ രാഷ്ട്രീയത്തെ വിശാലമായിരിക്കുന്ന ഐക്യമുന്നണി അടവ് നയം, ആ ഐക്യമുന്നണി അടവ് നയത്തിന്റെ ഭാഗമായി വരാവുന്ന ഒരു വലിയ കൂട്ടായ്മ ഈ കേരളത്തെ രൂപപ്പെടുത്താൻ ഈ പറയുന്ന സഖാക്കൾ ശ്രമിക്കുന്നതിലൂടെ മാത്രമേ ഈ പാർട്ടിയെ ഇനി രക്ഷപ്പെടുത്താൻ സാധ്യമാവുകയുള്ളൂ. അല്ലാത്ത പക്ഷം സംഗതികൾ വളരെ ഭീകരമായിരിക്കും, ഭയാനകമായിരിക്കും, അത് വളരെ ക്രൂരവുമായിരിക്കും.